ബംഗ്ലാദേശിൽ ആഭ്യന്തര സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെടുന്നു, വീടുകൾക്കും കടകൾക്കും മറ്റും തീയിടുന്നു, സ്ത്രീകളും കുട്ടികളും ഒന്നും നിലവിൽ ബംഗ്ലാദേശിൽ സുരക്ഷിതരല്ല. അത്ര ദയനീയ അവസ്ഥയിലൂടെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ഈ ഒരു അസ്ഥിരാവസ്ഥ ബംഗ്ലാദേശിലെ ക്രിക്കറ്റിനെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. പോരാടാൻ പോലും അറിയാതെ എതിരാളികൾക്ക് മുന്നിൽ വീണുപോകുന്ന നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ബംഗ്ലാദേശ് ടീമിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശ്രീലങ്ക ബംഗ്ലാദേശിൽ വന്നപ്പോഴും അതിനുശേഷം സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശിൽ കളിക്കാനെത്തിയപ്പോഴും റിസൾട്ട് ഒന്നു തന്നെയായിരുന്നു. ഇരു ടീമുകൾക്കുമെതിരെ ഒരു വിജയം പോലും നേടാൻ ബംഗ്ലാദേശിന് സാധിച്ചില്ല. നേരത്തെ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ് തുടങ്ങിയ വമ്പൻ ടീമുകൾക്ക് ബംഗ്ലാദേശിലേക്ക് വരുവാൻ തന്നെ പേടിയാണ്. കാരണം ബംഗ്ലാദേശിനെ ബംഗ്ലാദേശ് മണ്ണിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമേറിയ കാര്യമാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഏതൊരു ടീമിനും ഈ ഒരു ബംഗ്ലാദേശ് ടീമിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാം. 2007 വെസ്റ്റ് ഇൻഡീസിൽ നടന്ന വേൾഡ് കപ്പിൽ അവർ ഇന്ത്യയെ തോൽപ്പിച്ചത് നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. അവിടെ നിന്നാണ് അവരുടെ എക്കാലത്തെ മികച്ച ടീമിന് തുടക്കം കുറിക്കുന്നത്. തമീം ഇക്ബാൽ, മുഷ്ഫിഖുർ റഹീം, ഷക്കിബ് അൽ ഹസൻ, മുഹമ്മദുള്ള, മൊർത്താസ തുടങ്ങിയ കളിക്കാർ ബംഗ്ലാദേശിനെ മാറ്റിമറിച്ചു. എല്ലാവർക്കും തോൽപ്പിക്കാം എന്നുള്ള ടീമിൽ നിന്നും ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അട്ടിമറിക്കാം എന്നുള്ള രീതിയിലേക്ക് അവർ വളർന്നു. 2007 ഇന്ത്യ ആയിരുന്നുവെങ്കിൽ 2011 2015 കടുവകളുടെ ചൂടറിഞ്ഞത് ഇംഗ്ലണ്ട് ആയിരുന്നു. 2019 ഈ ഒരു ടീമിന്റെ കൂടെ സൗമ്യ സർക്കാരും ലിൻഡൻ ദാസും അവരുടെ ബോളിംഗിന്റെ കുന്തമനയായി പിന്നെ മാറിയ മുസ്തഫിസുർ റഹ്മാനും കൂടി ചേർന്നപ്പോൾ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വേൾഡ് കപ്പ് ആയിരുന്നു അത്. അന്ന് അവർ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസിനെയും തോൽപ്പിക്കുകയും തുടർച്ചയായ 2 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ സെഞ്ചുറി അടിക്കുന്ന ആദ്യ ബംഗ്ലാദേശ് കളിക്കാരനായി ഷക്കിബ് അൽ ഹസൻ മാറുകയും ഉണ്ടായി. അന്ന് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ബംഗ്ലാദേശിനോട് തോൽക്കാതെ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം. എന്നാൽ 2023 ഇന്ത്യയിൽ നടന്ന അവസാന വേൾഡ് കപ്പിൽ വിജയിച്ചത് ഒരേ ഒരു മത്സരത്തിൽ, അതും ശ്രീലങ്കയുമായി. അന്ന് ബംഗ്ലാദേശിനെ നെതർലാൻഡ് അട്ടിമറിക്കുകയുണ്ടായി. അങ്ങനെ ഒരു നാണംകെട്ട വേൾഡ് കപ്പ് ആയിരുന്നു ബംഗ്ലാദേശിനെ സംബന്ധിച്ച് 2023. ടെസ്റ്റിലും ബംഗ്ലാദേശ് വലിയൊരു ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു തിരിച്ചടി സംഭവിക്കുന്നത്. ന്യൂസിലാൻഡിൽ ആദ്യമായി ഒരു മത്സരം വിജയിച്ച ബംഗ്ലാദേശ് അന്ന് അവരെ അവരുടെ മണ്ണിൽ പരമ്പരയിൽ സമനിലയിൽ തളയ്ക്കുകയും ചെയ്തു. ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 11 കളികളിൽ നിന്നും 3 വിജയം മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ 2 വിജയം സ്വന്തം മണ്ണിൽ തപ്പിത്തടയുന്ന പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ്. ഒരെണ്ണം ബംഗ്ലാദേശിന്റെ മണ്ണിൽ ന്യൂസിലാൻഡ് വന്നപ്പോൾ നേടിയ ഒരു വിജയവും. അവസാനം നടന്ന 5 മത്സരങ്ങളിൽ ഒന്നുപോലും വിജയിക്കാൻ ബംഗ്ലാദേശിനായില്ല. വിജയം പോയിട്ടൊന്ന് പൊരുതി നോക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. തമീം ഇക്ബാലും ഷക്കിബ് അൽ ഹസനും വിരമിച്ചതും മുഷ്ഫിഖുർ റഹീം പഴയ ഒരു ഫോമിലേക്ക് വരാത്തതും ബംഗ്ലാദേശിനെ പിന്നോട്ടടിപ്പിച്ചു. അത് മാത്രമല്ല, ബംഗ്ലാദേശ് പഴയ ഒരു ടീമിൽ നിന്നും ബോളിംഗിൽ ഒത്തിരി വളർന്നെങ്കിലും ബാറ്റിംഗിൽ അവർക്ക് പുതിയ താരങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഓർക്കേണ്ട കാര്യം, 2020 നടന്ന അണ്ടർ 19 വേൾഡ് കപ്പ് എടുക്കുന്നത് സാക്ഷാൽ കടുവകളാണ്. എന്നിട്ടാണ് പുതിയ താരങ്ങളെ കണ്ടുപിടിക്കാൻ അവരെ വളർത്തിക്കൊണ്ടുവരാൻ ബംഗ്ലാദേശ് പരാജയപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ ആകെ ആശ്വാസം മെഹദി ഹസൻ മിറാഷ് മാത്രമാണ്. ടീം കളിയിൽ നിന്നും ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് ബംഗ്ലാദേശ് വീണ്ടും വീണിരിക്കുന്നു. ടീം അവരുടെ ഏറ്റവും മോശം സമയത്തിലൂടെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് വില്ലനായി രാജ്യത്ത് ആഭ്യന്തര സംഘർഷം ഉടലെടുക്കുന്നതും അത് മൂർച്ഛിക്കുന്നതും. അതൊരു പരിധിവരെ ബംഗ്ലാദേശ് ടീമിനെ ബാധിക്കുകയും ചെയ്തു. എന്തായിരിക്കും ബംഗ്ലാദേശിന്റെയും ബംഗ്ലാദേശ് ക്രിക്കറ്റിന്റെയും ഭാവി? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എവിടെയാണ് ബംഗ്ലാദേശിന് പിഴയ്ക്കുന്നത്? ആഭ്യന്തര സംഘർഷം ബംഗ്ലാദേശിന്റെ ക്രിക്കറ്റ് കളിയെ ബാധിച്ചോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.